ഇപ്പോൾ എവിടെ നോക്കിയാലും ബക്കറ്റ് ചിക്കനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ബക്കറ്റ് ചിക്കൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം എന്നൊരാഗ്രഹം. ഇപ്പോൾ കോഴീനെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കോഴീനെ വരയിടാം. ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണതാണ്. നമുക്കും ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അതിപ്പോൾ മസാല കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇടിമുളക്, പിന്നെ അര നാരങ്ങ ചേർത്തിട്ടുള്ളൂ, പിന്നെ തൈര്, വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും, പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റ്, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപമാക്കിയതിന് ശേഷം കോഴി വറ്റണം. അപ്പോൾ അതിലേക്ക് ഇടിമുളകും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ച് പരട്ടി കൊടുക്കാം. നമ്മുടെ മെറ്റൽ ഫൗണ്ടറിയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കരിയൊന്നുമല്ല ആഡ് ചെയ്യുന്നത്. നമ്മൾ ചിരട്ടിയും ചകിരിയും ചെറിയ ചെറിയ വർഗകഷ്ണമൊക്കെ അതിൻ്റെ ഉള്ളിലിടണം. എന്നിട്ട് ബ്ലോവർ ഉപയോഗിച്ച് നമ്മൾ എയർ കടത്തി വിടുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പ്രഷറിൽ തീ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലൊരു പാട്ട 2 കല്ല് വെച്ച് ഒരു എണ്ണപ്പാട്ട കറക്റ്റ് സ്ട്രൈറ്റ് വയ്ക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് സെൻറ്ററിൽ നമ്മുടെ കമ്പി ആഡ് ചെയ്യുക. അത് ആ കമ്പിയുടെ ഉള്ളിൽ നമ്മൾ ചിക്കൻ വരിക. അപ്പോൾ ബ്ലോവർ നമ്മൾ കണക്ഷൻ കൊടുത്തു. എന്നിട്ട് തീയൊക്കെ കത്തിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബക്കറ്റ് ചിക്കൻ ഒരു ചെറിയ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. കാരണം എപ്പോൾ നോക്കി എല്ലായിടത്തും ബക്കറ്റ് ചിക്കൻ ഒരേപോലത്തെ രീതിയിലാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ ആ രീതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇനി കോഴിയിൽ കമ്പിയൊക്കെ കയറ്റി നമ്മൾ ചെറിയ കമ്പിയൊക്കെ ഇട്ട് കെട്ടി കാര്യം അതിൻ്റെ കഴുത്തൊക്കെ കെട്ടി ചിക്കൻ സെറ്റാക്കി അതിൻ്റെ കമ്പിമേ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ആ എണ്ണപ്പാട്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് ചിക്കൻ കയറ്റി വയ്ക്കാം. നല്ല രീതിയിൽ തീയൊക്കെ കത്തുന്നുണ്ട്. ബ്ലോവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ നമ്മൾ അന്നുണ്ടാക്കിയ ലൈറ്റാണ് ഈ കത്തുന്നത്. ഇതൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അത്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ അത്യാവശ്യം നമുക്ക് നോക്കാം. കറക്റ്റ് ടോർച്ച് ചെയ്തിട്ടാലും നമുക്ക് ചിക്കൻ എങ്ങനെയാണ് അടുത്തോ. മതി നീ ഇനി കഴിച്ചപ്പോൾ അവർ പറഞ്ഞത് എരി കൂടുതലാണ്. കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എരി കൂടുതലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമായി.